വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. പനിയുമായി ആശുപത്രിയിലെത്തിയ ഗർഭിണിക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. എന്നാൽ മറ്റൊരു സ്വകാര്യ ലാബിൽ നടത്തിയ എലിസ ടെസ്റ്റിൽ ഫലം നെഗറ്റീവായിരുന്നു. പുന്നപ്ര സ്വദേശി രേഷ്മ ജൂലൈ 18 പനിയെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എലിപ്പനി അടക്കമുള്ള പരിശോധനകൾ നടത്തുന്നത്. എന്നാൽ ആശുപത്രിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ എലിപ്പനി സ്ഥിരീകരിച്ചു. സംശയം തോന്നിയ യുവതി മറ്റൊരു ലാബിൽ പരിശോധന നടത്തിയപ്പോൾ എലിപ്പനി ഇല്ലെന്ന പരിശോധനാ ഫലവും വന്നു. ഞാൻ 2-3 പ്രാവശ്യം നോക്കുകയും ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പുറത്തെ ലാബിൽ പോയി കാർഡ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു അന്ന്. അത് 3 മണിക്കൂറിൽ എനിക്ക് നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടി. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത റിപ്പോർട്ട് മാത്രമാണ് പോസിറ്റീവ് വന്നതും. പക്ഷേ ബാക്കി ഞാൻ പുറത്തുനിന്ന് ചെയ്ത ഈ 3 ടെസ്റ്റുകളും നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ജൂലൈ 20 ആശുപത്രിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രേഷ്മയ്ക്ക് എലിപ്പനി സ്ഥിരീകരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ നടത്തിയ കാർഡ് പരിശോധനയിലും ഫലം നെഗറ്റീവായിരുന്നു. പിന്നീടാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത്. ഈ റിപ്പോർട്ടിലും എലിപ്പനിയില്ലെന്ന് സ്ഥിരീകരിച്ചു. എലിപ്പനിയുടെ യാതൊരു ലക്ഷണവും ഇല്ലാതിരുന്നതുകൊണ്ടും 6 വർഷം നഴ്സായി ജോലി ചെയ്ത പരിചയമുള്ളതുകൊണ്ടുമാണ് എലിപ്പനിയാണെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞപ്പോഴും മറ്റൊരു ലാബിൽ ടെസ്റ്റ് നടത്താൻ തോന്നിയതെന്ന് രേഷ്മ പറയുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എലിപ്പനിയുടെ ചികിത്സ ആരംഭിച്ചിരുന്നെങ്കിൽ അമ്മയെയും കുഞ്ഞിനെയും അത് ദോഷകരമായി ബാധിച്ചേനെയെന്നും കുടുംബം. ആശുപത്രി അധികൃതർ രേഷ്മയ്ക്ക് എലിപ്പനിയാണെന്നും വിവരം ആരോഗ്യ കേന്ദ്രത്തിനും കൈമാറിയിരുന്നു. അവരും രേഷ്മയുടെ വീട്ടിലെത്തി ശുചീകരണമടക്കമുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. അപ്പോഴാണ് മറ്റൊരു ലാബിൽ നടത്തിയ എലിസ ടെസ്റ്റിൽ എലിപ്പനിയില്ലെന്ന് സ്ഥിരീകരിക്കുന്നത്. വിഷയം ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഒരു 5 മാസം 6 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൾ എത്ര പേടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ സ്റ്റാർട്ട് ചെയ്ത് ആരും ആയിക്കോട്ടെ, ആ സമയത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അല്ല കുട്ടിക്കോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനോ എന്തുവാണെങ്കിലും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണ്. ഇതിനകത്തൊന്നും അവർക്ക് ഹോസ്പിറ്റലുകാർക്കോ അല്ല ബാക്കിയുള്ളവർക്കോ നഷ്ടങ്ങളുണ്ടോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം അത് അവരുടെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ചികിത്സ തേടിയെത്തുന്ന ഒരു രോഗിക്കും ഈ ഗതി വരരുത്. അതേ ഈ കുടുംബത്തിന് പറയാനുള്ളൂ. റിപ്പോർട്ടർ, ആലപ്പുഴ.